മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തോട് ആദ്യം തന്നെ ചെയ്ത നെറുകേടാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ ക്ഷണിച്ചിട്ട് അമീർ എത്തിയ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഈ അമീറിന്റെ അടുത്തേക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ എത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനോട് ചോദിക്കുന്നു, നിങ്ങൾ പ്രത്യേകമായിട്ട് സത്യപ്രതിജ്ഞയിലേക്ക് ക്ഷണിച്ചതാണോ? അതിന് അമീർ പറയുന്നു, തീർച്ചയായിട്ടും പ്രത്യേകമായിട്ട് ക്ഷണിച്ചത് കൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തിയത് എന്ന്. മാത്രമല്ല, ഈ അമീർ എടുത്തു പറയാണ്, LDF ഞങ്ങളെ ടാർഗറ്റ് ചെയ്തു, അതിനുള്ളൊരു മറുപടി കൂടിയാണ് മലയാളികൾ കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാ ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാർ UDF മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ. സംഘപരിവാറിന് ഇതിലേക്ക് അടുപ്പി ഒരു ഇടം കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഞാൻ എടുത്തു പറയുന്നത്. സംഘപരിവാറിന് ഒരു ഇടം കൊടുക്കാതിരിക്കും, ഇവിടെ മതേതരത്വം ഐക്യമൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇതൊക്കെ പറയാൻ എന്തെങ്കിലും അർഹത ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടോ? ഓരോ മലയാളിയും ചിന്തിക്കേണ്ടത്, നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദ്യം തന്നെ കേരളത്തോട് ചെയ്ത നെറുകേടാ നമ്മൾ ഈ കാണുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനേക്ക് സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചിട്ട് എന്താണ് കേരള പൊതുസമൂഹത്തിന് മുഖ്യമന്ത്രി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം? ഇവരെന്തോ വലിയ സംഭവമാണ് എന്നോ, ഇവരെന്തോ ഐക്യത്തിന് ശ്രമിക്കുന്നവരാണ് എന്നോ? ഇവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളാ. നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് മതരാഷ്ട്രവാദം ഉയർത്തുന്നത്. ആ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു വലിയ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് സമല്ലേ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഈ ക്ഷണിച്ചത്? ഇവരെത്രത്തോളം അപകടമാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാനൊന്ന് എണ്ണി തെളിവുകൾ സഹിതം കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ രാജ്യം 3ാം ടേമും സംഘപരിവാർ തന്നെയാണല്ലോ രാജ്യം അടക്കി ഭരിച്ച് മുന്നോട്ട് പോകുന്നത്. ആ രാജ്യത്ത് നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന് പോലും സംഘപരിവാറിനെതിരെ പോലും സംസാരിക്കാനുള്ള സകല സ്വാതന്ത്ര്യവും ഈ രാജ്യത്തുണ്ടല്ലോ. സംഘപരിവാറിനെതിരെ, BJPക്കെതിരെ എന്തു പറയാനുള്ള സ്വാതന്ത്ര്യവും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അമീർ പോലും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അതല്ലേ നമ്മൾ നിരന്തരം കാണാറുമുള്ളത്? എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ബംഗ്ലാദേശിൽ അവിടെയുള്ള ന്യൂനപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? ഈ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നേതൃത്വം കൊടുക്കുന്ന കാലം മുതൽ അവിടെയുള്ള ഹിന്ദുവിന്, ക്രിസ്ത്യാനിക്ക്, ന്യൂനപക്ഷത്തിന് സമാധാനമുണ്ടോ? എത്ര ആളുകളാണ് അവിടെ കൊല്ലപ്പെടുന്നത്? ഇനി ബംഗ്ലാദേശ് ഒക്കെ തന്നെ അവിടെ നിൽക്കുക. ഇവർ ഈ നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാ കുട്ടിച്ചോറാക്കി മുന്നോട്ട് പോകുന്നത്? ഇവർക്ക് മതേതരത്വ ഐക്യത്തെ കുറിച്ചൊക്കെ പറയാൻ വല്ല അർഹതയുണ്ടോ? ഇവർ പറയുന്നത് LDF ഞങ്ങളെ ടാർഗറ്റ് ചെയ്തു. LDF ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമേ ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുള്ളൂ. അത് ഇത്തവണ UDF ജമാഅത്തെ ഇസ്ലാമി വോട്ട് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ LDF എതിർക്കുന്നു. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്ക് അവരുടെ സകല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട്. സംഘപരിവാറിനെ എതിർക്കുന്നത് അവരിവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ ഒരു ഏർപ്പാടും നടക്കൂല. അതുകൊണ്ടാണ് ഓരോ ആളുകളും ഒന്ന് ചിന്തിക്കുകയോ നോക്കൂ. ഈ ജമാഅത്തെ ഇസ്ലാമി കരിപ്പൂർ എയർപോർട്ടിലേക്ക് നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന കരിപ്പൂർ എയർപോർട്ടിലേക്ക് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധ മാർച്ചിൽ എത്ര തീവ്രവാദികളുടെ ഫോട്ടോ അവര് പൊക്കിപ്പിടിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്ന ഹസനുൽ ബന്നയുടെ ഫോട്ടോ പൊക്കിപ്പിടിച്ചിട്ടില്ലേ? മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ഹസനുൽ ബന്നയുടെ ഫോട്ടോ, പ്രധാനപ്പെട്ട ഒരു ഭീകരന്റെ ഫോട്ടോ ഒക്കെ പിടിച്ചില്ലേ? ഈ മുസ്ലിം ബ്രദർഹുഡിനെ UAE, സൗദി അറേബ്യ നിരോധിച്ചിട്ടില്ല. അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ള ഭീകരവാദ സംഘടനയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്തിനാ അവര് നിരോധിച്ചത്? ഭീകരവാദ സംഘടനയായിട്ട് പ്രഖ്യാപിച്ചത് ചാരിറ്റി, ആളുകളെ പണം കൊടുത്ത് സഹായിക്കുന്നത് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഈ പറയുന്ന ബ്രദർഹുഡ് ഒക്കെ അവിടെ തീവ്രവാദ പ്രവർത്തനം വലിയ രീതിയിൽ ചെയ്യുന്നു. ദേശീയ UAE കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദേശീയ സുരക്ഷയെ ബാധിക്കുന്നു, അതുകൊണ്ട് ബ്രദർഹുഡിനെ നിരോധിക്കുന്നു.
ആ ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവ് ഹസനുൽ ബന്നെ കരിപ്പൂർ എയർപോർട്ടിലേക്ക് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മാർച്ച് നടത്തിയ സമയത്ത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ രാജ്യത്ത് ഒരു നിയമമൊക്കെയായി ബന്ധപ്പെട്ട് അതിന് പ്രതിഷേധം നടത്തുന്നതിന് എന്തിനാ ഭീകരവാദികളുടെ ഫോട്ടോ പൊക്കി പിടിക്കുന്നത്? ഇത് മാത്രാണോ? ഇതേ മലപ്പുറത്ത് ഇതേ ജമാഅത്തെ ഇസ്ലാമി ഇവരുടെ യുവജന സംഘടന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി ഖാലിദ് മിസ്അലിനെ കൊണ്ട് ഓൺലൈനിൽ വീഡിയോ കോൾ വഴി മലപ്പുറത്ത് പ്രസംഗിപ്പിച്ചിട്ടില്ലേ? അതായത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവി ഖാലിദ് മിസ്അലിനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്തോ സംസാരിപ്പിച്ചിട്ടില്ലേ? അപ്പൊ ഇതിലൂടെ നമ്മൾ എന്താ തിരിച്ചറിയേണ്ടത്? ലോകം മൊത്തമുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് ഇവർക്ക് കണക്ഷൻ ഉണ്ട്. ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയെ പോലും വീഡിയോ കോളിൽ മലപ്പുറത്തേക്ക് പ്രസംഗിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മൊത്തം ഇവർക്ക് വലിയ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണ്ടേ. ഹസനുൽ ബന്നെ ഉയർത്തി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ നടത്തിയതിനെ കുറിച്ചായി പറയുന്നത്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്കൊക്കെ അങ്ങ് ക്ഷണിച്ചിട്ട് വലിയ വെള്ളപൂശൽ നടത്തിയത്. തിരഞ്ഞെടുപ്പ് സമയത്തും ഇവരൊരു വർഗീയവാദവും ചെയ്തിട്ടില്ല, ഇവർക്ക് മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്ന് സതീശനൊക്കെ തിരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു. അതേ സതീശൻ മുഖ്യമന്ത്രിയാവുമ്പോ ഇനി എത്രത്തോളം വലിയ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഇവിടെ അവർ കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യും ഇതൊക്കെ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതല്ലേ. നമ്മുടെ നാടിന്റെ സകല ഐക്യവും തകർക്കാൻ ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മളിപ്പോ 3-ാം ടേമിലേക്ക് സംഘപരിവാർ രാജ്യം ഭരിക്കല്ലേ? ഇവിടെ എല്ലാ ജനാധിപത്യവും ഇല്ലേ? ഇവിടെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്നില്ലേ? എല്ലാവരും വലിയ ഐക്യത്തിലല്ലേ? അവിടെ വന്നിട്ടല്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പറയുന്നത് ഇവിടത്തെ ഐക്യം തകരോ സംഘപരിവാർ വന്നാലേ എന്ന്? ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യം, എല്ലാ മതേതരത്വം, എല്ലാവിധ ഐക്യവും ഈ സംഘപരിവാർ ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഈ രാജ്യത്തല്ലേ? ഇത്രയും സുന്ദരമായ മറ്റൊരു രാജ്യം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ റോൾ മോഡൽ രാജ്യം ഏതാണ് എന്ന് പറഞ്ഞാൽ അവരെന്താ പൊക്കിപ്പിടിക്കുക? മതരാഷ്ട്രവാദമുള്ള അവരുടേതായ രാജ്യങ്ങൾ. അത് ലോകത്ത് എവിടെയെങ്കിലും മുമ്പോട്ട് വെക്കാൻ പറ്റും? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാ. ഇവർ പൊക്കിപ്പിടിക്കുന്ന നേതാക്കന്മാരുടെ സംഘടനകളെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ പോലും നിരോധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തോട് നെറുകേട് ചെയ്തിരിക്കുന്നു. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ക്ഷണിച്ചത് അങ്ങേയറ്റത്തെ നെറുകേട് തന്നെയാണ്. ഒരു ഇന്ത്യൻ മുസൽമാൻ എന്ന നിലക്ക് അതിനോട് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നു, ശക്തമായിട്ട് അതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നമ്മുടെ നാടിന് ഒരു തരത്തിലും ഒരു ഗുണവും ചെയ്യില്ല. അവരൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പരിതാപകരമാണ് അവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ. ജമാഅത്തെ ഇസ്ലാമിയുള്ള ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണ്? ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയാം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നമ്മുടെ കേരളത്തോട് ചെയ്ത ആദ്യ നെറുകേടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വിളിച്ചത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.